is here. Purple heart for a hey. It's not a nice climate. I'm in love with Khangmin. Hi guys. പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഖങ്നിങ് എന്ന് പറഞ്ഞിട്ടുള്ള കൊറിയയിലെ ഒരു അടിപൊളി സിറ്റിയിലോട്ട് പോവാണ്. ഈ ഖങ്നിങ്ങിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേവറേറ്റ് കെ ഡ്രാമ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ BTS അവരുടെ ജാക്കറ്റ് ഷൂട്ടിംഗ് ഇവിടെ ചെയ്തിട്ടുണ്ട്. സോ ഇറ്റ്സ് വെരി ഫേമസ്. അത് മാത്രമല്ല ഇവിടെ അടിപൊളി ഡിജിറ്റൽ ആർട്ട് മ്യൂസിയം ഉണ്ട്, മാർക്കറ്റ് ഉണ്ട്, കടലുണ്ട്, ലോട്ട് ഓഫ് തിങ്സ്. അപ്പോ ഈ ഒരു ട്രിപ്പ് നമ്മൾ കെ ഡ്രാമ ലവേഴ്സിനും കെ പോപ്പ് ലവേഴ്സിനും ഓഷ്യൻ ലവേഴ്സിനും എല്ലാവർക്കും ഭയങ്കര ഫേവറേറ്റ് ഒരു ട്രിപ്പ് ആവാൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ്. ആർ യു എക്സൈറ്റഡ്? സോ ലെറ്റ്സ് ഗോ. എപ്പോഴത്തെയും പോലെ സോൾ സ്റ്റേഷൻ എന്നാണ് നമ്മൾ പോകുന്നത്. ഇവിടുന്ന് KTX പിടിച്ച് 2 മണിക്കൂർ യാത്ര ചെയ്താലും നമുക്ക് ഖങ്നിങ് സ്റ്റേഷനിലെത്താം. നമ്മൾ ഖങ്നിങ്ങിലെത്തി. നമ്മുടെ ആദ്യത്തെ ജോബ് എന്ന് പറയുന്നത് ലഞ്ച് കഴിക്കുക എന്നുള്ളതാണ്. ഖങ്നിങ്ങിൽ ചെറുതായിട്ട് കുറച്ച് മഴയുണ്ട്, ബട്ട് ഇറ്റ്സ് ഓക്കെ. അപ്പോൾ ലെറ്റ്സ് എക്സ്പ്ലോർ. ഈ ഫുഡിന്റെ പേരാണ് ഥോറാൻ ഥോറാൻ. ഇതാണ് നമ്മളുടെ ഇന്നത്തെ ലഞ്ച്. ഇത് ഖങ്നിങ് സ്പെഷ്യൽ ഫുഡൊന്നും അല്ല, ബട്ട് കാണാൻ നല്ല ഹെൽത്തി ആയ കാരണം ഞാൻ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. കൊറിയയിൽ സൈഡ് ഡിഷ് ഒക്കെ നമ്മൾ തന്നെ പോയി എടുക്കണം. ഇവിടെ 2 തരം കിംച്ചി ഉണ്ടായിരുന്നു, ക്യാബേജ് കിംച്ചിയും റാഡിഷ് കിംച്ചിയും. ഗൈസ് ലഞ്ച് വാസ് ഓക്കെ. നൗ നമ്മൾ ബസ് പോയി. ഞാനിപ്പോൾ ബസ്സിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കൊരു കുറച്ച് സമയമുണ്ട് ബസ് വരാൻ. സോ ലെറ്റ് മീ ടെൽ യു നമ്മളുടെ നെക്സ്റ്റ് ലൊക്കേഷൻ അല്ലെങ്കിൽ ഫസ്റ്റ് ലൊക്കേഷൻ എവിടെയാന്ന്. ഇറ്റ് ഈസ് എവിടെയാന്ന് വെച്ചാൽ BTS ബസ് സ്റ്റോപ്പ്. യെസ് ഗൈസ്, ആർ യു എക്സൈറ്റഡ്? ഐ ആം സോ എക്സൈറ്റഡ്. ബാക്കി ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. ഇവിടുന്ന് എപ്പോഴും ബസ്സൊന്നുമില്ല, അതുകൊണ്ട് ബസ് കിട്ടുമ്പോൾ പോയേക്കണം. അതുമല്ല BTS ബസ് സ്റ്റോപ്പിലോട്ട് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറുണ്ട്. പോകുന്ന വഴിയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ. ക്ലൈമറ്റ് കുറച്ച് മൂടി നിൽക്കുന്നുണ്ടെങ്കിലും താങ്ക്ഫുള്ളി മഴ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇത്തിരി സമാധാനമുണ്ട്. റൈറ്റ് നൗ ഇറ്റ് ലുക്സ് ലൈക്ക് ഐ ആം ദാറ്റ് കെ ഡ്രാമയിലൊക്കെ ഈ ഒരു എന്താ പറയുക കൺട്രി സൈഡിൽ വന്നിറങ്ങുന്ന ആൾക്കാരുണ്ടാവില്ലേ, അതുപോലെയുണ്ട്. എക്സാക്ട്ലി. We are at Chumunjin Beach bus stop. Wow, very pretty, no? Now let's go. I can see purple benches already. I'm excited. Are you guys excited? Guys, we are at BTS bus stop finally. Hey. ഇവിടെ അവർ എഴുതി വെച്ചിട്ടുണ്ട് BTS bus stop wings you never walk alone. 이곳은 방탄소년단 You Never Walk Alone 앨범 최초 촬영 장소입니다. Here is our boys. ഇതായിരുന്നു അവരുടെ ജാക്കറ്റ് ഷൂട്ടിംഗ്. എല്ലാവരുടെയും ഫോട്ടോസ് ഉണ്ട്. Purple heart for a hey. ഇത് കണ്ടോ, ഇവിടെ ഒരു പേർപ്പിൾ സ്റ്റാൻഡ് ഉണ്ട്. ദിസ് ഈസ് ലൈക്ക് ഒരു ട്രൈപോഡ്. അപ്പോൾ ട്രൈപോഡ് കൊണ്ടുവരാത്ത ആൾക്കാർക്കൊക്കെ ഇവിടെ ഫോൺ വെച്ചിട്ട് നമുക്ക് ഫോട്ടോ എടുക്കാം. അവിടെ BTS എന്ന് കണ്ടോ. വാവ്, സോ പ്രിറ്റി. ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. ടു കീപ് ദ മെമ്മറി ഫോർ എവർ ഞാൻ ഇവിടുന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു, ഡാൻസ് കളിച്ചു, എന്തൊക്കെയൊക്കെയോ ചെയ്തു. ആൻഡ് ഐ റിയലി ഫെൽറ്റ് ഹാപ്പി. ഇത് ബസ് സ്റ്റോപ്പിന്റെ പിന്നിലുള്ള പാർക്കാണ്. ഇവിടെ BTSലെ ഓരോ മെമ്പേഴ്സിന്റെയും പേരിലുള്ള പേർപ്പിൾ ബെഞ്ചസ് ഉണ്ട്. ചുമുൻജിൻ ബീച്ചാണിത്. ബീച്ച് ഇസ് വെരി പ്രിറ്റി. ഇത് നമ്മുടെ BTS ബസ് സ്റ്റോപ്പിന്റെ പിന്നിൽ തന്നെയാണ് ഈ ബീച്ച്. ആക്ച്വലി ബീച്ച് നല്ല വൃത്തിയുണ്ട്, പക്ഷേ ഉണ്ടല്ലോ കടലിൽ നിന്ന് വന്ന വേസ്റ്റ് ആണ് ഇതെല്ലാം. ബി വെരി കെയർഫുൾ. നിങ്ങൾ കടലിലൊന്നും വേസ്റ്റ് എറിയരുത്, ഓക്കെ? ബിക്കോസ് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് അവർ നേച്ചർ. വെരി പ്രിറ്റി. കടലെപ്പോൾ കണ്ടാലും എനിക്ക് തോന്നും നമ്മൾ മനുഷ്യന്മാർ എത്ര ചെറുതാണെന്ന്. ആൻഡ് ദാറ്റ് ഈസ് വൺ വേ ഓഫ് ബീയിങ് ഹംബിൾ, യുനോ. കടൽ മേക്സ് മീ ഹംബിൾ. നിങ്ങളെ ഒറ്റയ്ക്ക് ബീച്ചിൽ പോയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഒരിക്കൽ പോയി നോക്കണം, അത് വേറൊരു സുഖമാണ്.
ഭയങ്കര ഉള്ളോട്ടുള്ള സ്ഥലമാണ്. സോ ബസ്സിൻ്റെ ഇൻ്റർവെല്ലൊക്കെ ഭയങ്കര കൂടുതലാണ്. നമ്മൾ ടാക്സി വന്നു. ടാക്സി വന്നു. മാപ്പിലുണ്ടല്ലോ ഐ ചോസ് ദ റോങ് ലൊക്കേഷൻ. പുള്ളിക്കാരനോട് ഞാൻ പറഞ്ഞു എന്നെ അവിടെ കൊണ്ടുപോയി ഡ്രോപ്പ് ചെയ്യുള്ളൂ. ഹി സൈഡ് ഓക്കെ. ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ. നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടുന്ന് നമ്മൾ ജെല്ലാറ്റോ വാങ്ങിച്ചാൽ നമുക്ക് ഷൂട്ടിങ്ങിനുള്ള മറ്റേ നമ്മുടെ സ്കാർഫ് ആൻഡ് ഫ്ലവർ തരും. 도깨비 젤라또 하나? 세 가지면 맛 뭐예요? 고르시면 돼요? 그러면은 네. പുള്ളിക്കാരി എനിക്ക് വിൻഡോ ഒക്കെ ഓപ്പൺ ചെയ്തിരുന്നു. സോ സ്വീറ്റ്. ഗൈസ്, ഇത് ഗോബ്ലിൻ ജെലാറ്റോ ഐസ്ക്രീമാണ്. ടേസ്റ്റ് നമുക്ക് ചൂസ് ചെയ്യാം. I have a beautiful view. ഗോബ്ലിൻ ഡ്രാമേൻ്റെ കൊറിയൻ നെയിം തൊക്കേബി എന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു കഫേൻ്റെ പേര് തൊക്കേബി കഫേ. ഐസ്ക്രീമിൻ്റെ പേര് തൊക്കേബി ജെലാറ്റോ ഐസ്ക്രീം. കടലൊക്കെ കണ്ട് ഐസ്ക്രീമും കഴിച്ച് ഞാൻ അങ്ങനെ ഇരുന്നു. ഐ ഫെൽറ്റ് സോ ഗുഡ് ബിക്കോസ് യു നോ ലൈഫിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം ഫ്രീഡം ആണ്. ഫ്രീഡം ടു ലിവ് ദ വേ വി ലവ് ടു ലിവ്. അതെനിക്കുള്ള കാരണം ഐ എം വെരി ഗ്രേറ്റ്ഫുൾ. ഐ ഹോപ്പ് യു ഓൾസോ ഹാവ് ദാറ്റ് ഫ്രീഡം. ഗൈസ്, ഗോബ്ലിൻ ഷൂട്ട് ചെയ്ത സ്ഥലം. How many Goblin fans here? Goblin fans, okay, go and comment, okay? Of course, ഞാനും എടുത്തു കുറേ ഫോട്ടോസും വീഡിയോസും. ഇറ്റ് വാസ് ലിറ്റിൽ ഓവർവെൽമിങ്. നമുക്ക് ഇഷ്ടമുള്ള ഡ്രാമ എടുത്ത സ്ഥലത്ത് അതേ സ്കാർഫും ഫ്ലവറും ഒക്കെ വെച്ച് ഫോട്ടോ എടുക്കുന്നത് ഒരു ദിവസം നിങ്ങളും എടുക്കണം. ആൾക്കാർ എന്ത് വേണേലും പറഞ്ഞോട്ടെ, നിങ്ങൾ ഹാപ്പിയാണോ ജസ്റ്റ് ഡു ഇറ്റ്. ഗൈസ്, ഞാനൊരു ക്യൂട്ടായിട്ടുള്ള കാഴ്ച കാണിച്ചു തരാം. ഓ മൈ ഗോഡ്, മൈ ഹാർട്ട് ഇസ് മെൽറ്റിംഗ്. ഹൽമേഗി എത്ര എണ്ണം നോക്കിയേ. വാ, ഗൈസ്, ഇതും ചുമുഞ്ചിൻ ബീച്ചാണ്. ഇവിടെയാണ് നമ്മളുടെ ഗോബ്ലിൻ അഥവാ തൊക്കേബി ഷൂട്ട് ചെയ്തത്. ലെറ്റ്സ് ഹെഡ് ടു നെക്സ്റ്റ് ലൊക്കേഷൻ. നമ്മുടെ ടാക്സി വന്നു. നിങ്ങൾക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഖങ്നിങ്ങിൽ ബസ് ഇൻ്റർവെൽസ് കൂടുതലാണ്. അതുകൊണ്ട് ഇവിടുത്തെ ലോക്കൽ ട്രാവൽ ഏജൻസി വഴി ടൂർ ബുക്ക് ചെയ്താൽ കുറച്ചുകൂടെ ഈസി ആയിരിക്കും. അതിന് യു ക്യാൻ ചെക്ക് ഔട്ട് ദി സ്മാർട്ട് പ്ലാറ്റ്ഫോം ടൂർ ബ്രിഡ്ജ് ഖങ്നിങ്. നൗ ഇറ്റ്സ് ടൈം ടു സേ ബൈ ടു ചുമുഞ്ചിൻ ബീച്ച്. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ആർട്ട് മ്യൂസിയം വാലി ഇൻ ഖങ്നിങ് ആണ്. ഇതിൻ്റെ ഉള്ളിൽ പോയി ഐ വിൽ ഷോ യു ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഡിജിറ്റൽ ആർട്സ് ഇൻ കൊറിയ. ഓക്കെ, നമ്മൾ ഇവിടുന്നാണ് ടിക്കറ്റ് എടുത്തത്. ഒരാൾക്ക് 19,001 ആണ്. ഖങ്നിങ് ആർട്ട് മ്യൂസിയം എന്ന് പറയുന്നത് പെർമനന്റ് മീഡിയ ആർട്ട് എക്സിബിഷൻ നടക്കുന്ന വൺ ഓഫ് ദി ടോപ്പ് മ്യൂസിയം ഇൻ കൊറിയ ആണ്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. എനിക്ക് ഇങ്ങനത്തെ ആർട്ടൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് മാത്രമല്ല, ഇവിടെ വന്നാൽ ആർട്ട് ഇഷ്ടപ്പെടാത്ത ആൾക്കാരുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ ഒരു ബ്യൂട്ടിഫുൾ ഫ്ലവർ ഗാർഡനിൽ തുടങ്ങി 8 മീറ്റർ ഹൈറ്റിലുള്ള വാട്ടർഫോൾ, പിന്നെ കണ്ടാലും മതി വരാത്ത ഈ ഒരു സ്റ്റാറി ബീച്ച്, വേവ് സർക്കിൾ, അങ്ങനെ പല പല അടിപൊളി ആർട്സ് ആണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഈ ഒരു സ്പേസ് കണ്ടോ, ഇവിടെ നമുക്ക് പലതരം ആനിമൽസിന്റെ സ്കെച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുത്തിട്ട് ഇവിടെ സ്കാൻ ചെയ്താൽ ആ ജീവിക്ക് ഇവിടെ സ്ക്രീനിൽ ജീവൻ വെക്കും. ജസ്റ്റ് ലൈക്ക് എൻ്റെ മയിലിന് ജീവൻ വെച്ച പോലെ. What is this? This is so pretty. I love it. This is so pretty. So pretty. Oh my God. I can live here. I can live here.
sorry, but that's my reaction to the star raindrops. Literally എനിക്ക് വാക്കുകളില്ല to explain അതിന്റെ ബ്യൂട്ടി. അത്രയും ബ്യൂട്ടിഫുൾ ആണ്. ഐ തിങ്ക് ആ ഒരു സ്പേസിൽ മാത്രം ഞാൻ 30 മിനിറ്റ്സ് അങ്ങനെ നോക്കി നിന്നിട്ടുണ്ട്. ഈ ഒരു മ്യൂസിയം എല്ലാവരും വന്ന് കണ്ട് അനുഭവിക്കണം എന്നാണ് എൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു ആഗ്രഹം. It's second day in Gangneung. How was the first day? Did you like it? സെക്കൻഡ് ഡേ അടിപൊളിയാവാൻ പോവാണ്. ഇന്ന് ഇത്തിരി മഴയുണ്ട് ആൻഡ് നമ്മൾ ബീച്ചിൽ പോകുന്നുണ്ട്, ഫുഡ് മാർക്കറ്റിൽ പോകുന്നുണ്ട്. ഖങ്നിങ്ങിലെ സ്പെഷ്യൽ ഫുഡൊക്കെ ട്രൈ ചെയ്യണ്ടേ? ആർ യു റെഡി? എൻ്റെ ഹോട്ടലിന് ഒരു ബീച്ച് വ്യൂ ഉണ്ട്. ഈ ബീച്ചിൻ്റെ ഖോങ്പോ ബീച്ച്. യെസ്, സോ ലെറ്റ്സ് ഗോ ഗൈസ്. ഇപ്പോൾ ചെറുതായിട്ട് മഴയുണ്ട്. എൻ്റെ സൈഡിൽ ഒരു ബീച്ച്, കടൽ ആൻഡ് ഞാൻ ബസ് സ്റ്റോപ്പിലോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഐ ഫീൽ ഗുഡ്. അങ്ങനെങ്ങളുണ്ടല്ലോ, ഒരു ബസ് കഴിഞ്ഞിട്ട് അടുത്ത ബസ് വരുന്നത് നമ്മളെ നാട്ടിലെ പോലെയാണ്. കുറേ സമയം വെയിറ്റ് ചെയ്യണം. സോ ഞാൻ ടാക്സി ബുക്ക് ചെയ്തു ആൻഡ് ഇറ്റ്സ് റെയിനിങ്. Taxi Ajushi was very sweet. He said sorry because traffic കാരണം I waited a lot. മഴ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിലും Gangneung looked really pretty in rain. ഇതാണ് അൻമോക് ബീച്ച്. ഫൈനലി വി റീച്ച്ഡ് അൻമോക്. ഞാനിപ്പം അൻമോക് ബീച്ചിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അൻമോക് ബീച്ച് ഭയങ്കര ഫേമസ് ആണ് ഫോർ ഇറ്റ്സ് കോഫി സ്ട്രീറ്റ്. അപ്പോൾ ഇവിടെ ഒരു അടിപൊളി കഫേ കണ്ടുപിടിച്ചിട്ട് നമുക്ക് അവിടെ നിന്ന് കോഫി കുടിച്ചിട്ട് എൻജോയ് ചെയ്യാം. വേവ്സ് ഒക്കെ ഭയങ്കര സ്ട്രോങ് ആണ്. മഴയുണ്ട്, വിൻഡ് ഉണ്ട്. ഇറ്റ്സ് നോട്ട് എ നൈസ് ക്ലൈമറ്റ്. നല്ല കോഫി കുടിച്ചിങ്ങനെ ഇരിക്കാൻ പറ്റിയ നല്ല ക്ലൈമറ്റ് ആണ്. അൻമോക് കോഫി സ്ട്രീറ്റിൽ കുറേ ബ്യൂട്ടിഫുൾ കഫേസ് ഉണ്ട്. അതിൽ ഞാൻ ചൂസ് ചെയ്ത കഫേ ആണ് കോഫി കൂപ്പർ. എൻ്റെ എക്സ്പ്രഷൻ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഹൗ പ്രിറ്റി ഇറ്റ് ഈസ്. ഇതൊരു ടർക്കിഷ് കഫേ ആണ്. എനിക്ക് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഈ കഫേ വാസ് ജസ്റ്റ് പെർഫെക്റ്റ് ഫോർ മീ ടു റിലാക്സ് ആൻഡ് എൻജോയ്. കോഫി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഞാൻ പോയി സെക്കൻഡ് ഫ്ലോറിൽ വിൻഡോ സീറ്റ് പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടുത്തെ സ്പെഷ്യൽ ടർക്കിഷ് സ്നാക്കാണ്. കടലൊക്കെ കണ്ട് എൻ്റെ കോഫിയും സ്നാക്കൊക്കെ കഴിച്ച് പാട്ടൊക്കെ കേട്ട് ഞാൻ കുറേ നേരം ഇവിടെ തന്നെ ഇരുന്നു. പറഞ്ഞു വന്ന സ്ഥിതിക്ക് ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുമ്പോൾ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു ടിപ്പ് തരാം. റിലാക്സ് ചെയ്ത് ട്രാവൽ ചെയ്യുക. കുറേ സ്ഥലം കാണാൻ വേണ്ടി പോവാണ്ട് പോകുന്ന സ്ഥലം സമയമെടുത്ത് എൻജോയ് ചെയ്ത് കാണാൻ നോക്കുക. നമ്മുടെ നെക്സ്റ്റ് ലൊക്കേഷൻ ചുങ്കാങ് മാർക്കറ്റാണ്. ആൻഡ് ഇവിടെ നിന്ന് കുറച്ച് ഒരു 15 മിനിറ്റ് ഉണ്ട്. നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ഇന്ന് ഖങ്നിങ്ങിലെ സ്പെഷ്യൽ ഫുഡ് നമുക്ക് ട്രൈ ചെയ്യാം. ചുങ്കാങ് മാർക്കറ്റ് ഖങ്നിങ്ങിലെ സ്ട്രീറ്റ് ഫുഡ് മാർക്കറ്റാണ്. സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ മാർക്കറ്റ് വാസ് പ്രിറ്റി ക്രൗഡഡ്. ഇവിടുത്തെ ഒരു ഫേമസ് ഫുഡാണ് തക് ഖങ്ജോങ്. ഇത് ചിക്കൻ ആണ്, കുറച്ച് മധുരമുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. ഇവിടെ ഇരുന്ന് കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ മാർക്കറ്റിലൂടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് സ്നാക്സ് ഒക്കെ കഴിച്ച് കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോഴാണ് വേറൊരു ഫേമസ് ഐറ്റം കണ്ടത്. ഗാർലിക് ബ്രെഡ് ഞാൻ വാങ്ങിച്ചു, പക്ഷെ കഴിച്ചത് പിന്നെയാണ്. അപ്പോഴാണ് ഈ ആൾക്കാരുടെ കൂട്ടം കണ്ടത്. എന്താണെന്ന് നോക്കിയപ്പോഴാണ് ഈ ഒരു കിംചി മാരി സംഗപ്സൽ വാങ്ങാനുള്ള ക്യൂ ആണെന്ന് മനസ്സിലായത്. പിന്നെ ലഞ്ച് കഴിച്ചു. ഇതിന്റെ പേര് സോങ് ഖൾകുക്സു എന്നാണ്. ഇറ്റ് വാസ് റിയലി ഗുഡ്. ഇതിന് ജസ്റ്റ് 3000 won മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ലുക്ക് അറ്റ് ദ ക്വാണ്ടിറ്റി. നല്ല ചൂടുള്ള നൂഡിൽസ് കഴിച്ച് ഞാൻ നേരെ നമ്മുടെ ലാസ്റ്റ് ലൊക്കേഷനിലോട്ട് പോയി. ഗൈസ്, നമ്മളിപ്പോൾ ഉള്ളത് ഓജുക്കോൺ ഹൗസിലാണ്. ഓജുക്കോൺ ഹൗസ് എന്ന് പറയുന്നത് കൊറിയയിലെ 2 ഫേമസ് വ്യക്തികളായിട്ടുള്ള ഷിൻസ ഇംദാങ് അവരുടെ മകൻ ഇ ജനിച്ച സ്ഥലമാണ്. എന്റെ പിന്നിലൊരു ഫോട്ടോ കണ്ടോ? പുള്ളിക്കാരനാണ് കൊറിയയിലെ 5000 won നോട്ടിലുള്ളത്. ഇപ്പൊ നിങ്ങൾ കാണുന്നത് ഇവിടുത്തെ 5000 നോട്ടിലുള്ള ഒരു പിക്ചർ ആണ്. ഓജുക്കോൺ ഹൗസിൽ മെയിൻ ആയിട്ട് കാണാൻ പറ്റുന്നത് ഇനെ പറ്റിയാണ്. പക്ഷെ ലെറ്റ് മീ ടോക്ക് അബൌട്ട് ഹിസ് മോം ആസ് വെൽ. ഇന്റെ അമ്മ ഷിൻസ ഇംദാങ് ഇസ് ദ ഫസ്റ്റ് വുമൺ ടു അപ്പിയർ ഓൺ കൊറിയൻ ബാങ്ക് നോട്ട് 50,000 won. പുള്ളിക്കാരി ഒരു ആർട്ടിസ്റ്റ് ആയിരുന്നു, റൈറ്റർ, കാലിഗ്രാഫിസ്റ്റ്, പോയറ്റ്, അങ്ങനെ കുറെ. ഇതൊക്കെ പുള്ളിക്കാരി വരച്ച ചിത്രങ്ങളാണ്. പുള്ളിക്കാരനാണ് യുൾഗോക് ഇ. പുള്ളിക്കാരൻ അറിയപ്പെടുന്നത് ടീച്ചർ ഓഫ് ദി നേഷൻ എന്നാണ്. കാരണം പുള്ളിക്കാരൻ ആ സമയത്ത് കൊറിയയിലുള്ള 9 എക്സാമിനേഷനിൽ ഫസ്റ്റ് വന്നു. സോ കൂൾ.
വേറൊരു ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ കൊറിയയിലുള്ള പേരൻസ് പിള്ളേരെ കൊണ്ടുവന്നിട്ട് ഈ ഒരു ഈൻ്റെ സ്റ്റാച്ചു ഇല്ലേ അതിൻ്റെ കയ്യിൽ തൊടിയിപ്പിക്കും സോ ദാറ്റ് ദേ വിൽ സ്റ്റഡി വെൽ. അങ്ങനെ തൊട്ടാണ് ഈ ഒരു വിരൽ മാത്രം ഗോൾഡൻ കളറായി മാറിയത്. My tour is almost over and I am in love with Gangneung. ഞാനിപ്പോൾ ഖങ്നങ് സ്റ്റേഷനിലാണുള്ളത്. എൻ്റെ ഖങ്നങ് ടൂർ കഴിഞ്ഞു. ഐ വുഡ് സേ ഐ ഫെൽ ഇൻ ലവ് വിത്ത് ഖങ്നങ്. ഞാൻ സോളോ ട്രാവൽ അധികം ചെയ്തിട്ടില്ല ആൻഡ് ഖങ്നങ് മെയ്ഡ് മീ ഫോൾ ഇൻ ലവ് വിത്ത് സോളോ ട്രാവൽ. ആകെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത് ഫുള്ള് മഴയായിരുന്നു. സോ ഐ വിൽ കം ബാക്ക് മഴയില്ലാത്തൊരു സമയത്ത്. ഐ ഹോപ്പ് നിങ്ങൾക്കും ഖങ്നങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന്. ഐ ഹോപ്പ് യു ലൈക്ക് ദിസ് വ്ലോഗ്. നമുക്ക് നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ.